എല്ലാവർക്കും വന്ദനം. കഴിഞ്ഞ ദിവസം ചിന്തിച്ചതുപോലെ സന്തോഷത്തെ എത്ര പേർ മറ്റുള്ളവരിലേക്ക് പകർന്നു? നിങ്ങളുടെ അടുക്കൽ വരുന്ന എത്ര പേർ സന്തോഷിച്ചു, ചിരിച്ചു? മ്ലാനമായ അന്തരീക്ഷങ്ങളെ എത്ര പേർ മാറ്റി? സന്തോഷത്തിൻ്റെ അന്തരീക്ഷം എത്ര പേരുണ്ടാക്കി? സന്തോഷമുള്ള വ്യക്തി എവിടെ ചെന്നാലും ആ ഏരിയയിലുള്ള അന്തരീക്ഷത്തെ മാറ്റും. ഒരു സന്തോഷത്തിൻ്റെ അന്തരീക്ഷം കൊണ്ടുവരും. അതിന് ദൈവം നിങ്ങളെ ഉപയോഗിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവിൻ്റെ വലിയ കൃപകൾ അനുഭവിപ്പാൻ, ആത്മാവിൻ്റെ ഫലം നമ്മിൽ നിന്ന് ഒഴുക്കുവാൻ ദൈവം നമ്മെ കണ്ടിരിക്കുന്നു. ഇന്ന് നമ്മൾ ഒരുമിച്ച് ആരാധിക്കുമ്പോൾ അറിയേണ്ടത്, സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. അപ്പോൾ ദൈവത്തിന് കൊടുക്കുന്നതാണ് ആരാധന. ആരാധന ഒരു ചടങ്ങായിട്ട് മുഖത്ത് യാതൊരു വികാരവും ഇല്ലാതെ പാട്ട് നോക്കി നിന്ന് കൈയടിച്ച് പാടുന്ന, മുഖത്ത് യാതൊരു വികാരവുമില്ല. വീട്ടിലുള്ള പട്ടിയുടെ അടുക്കൽ, പൂച്ചയുടെ അടുക്കൽ കാണിക്കുന്ന, കുഞ്ഞുങ്ങളുടെ അടുത്ത് കാണിക്കുന്ന ആ സന്തോഷത്തിൻ്റെ വികാരം പോലും ദൈവസന്നിധിയിൽ വന്നാൽ ചിലർക്കില്ല. ഒരു വികാരവുമില്ലാതെ ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്നവർ വിശ്വാസികളാണോ? നിങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴും നിങ്ങളുടെ വികാരം മുഴുവനും തുറക്കേണ്ടത്, ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ടത് നമ്മുടെ കർത്താവിൻ്റെ അടുത്താണ്. ഞങ്ങളുടെ വീട്ടിലൊരു പട്ടിയുണ്ട്. എവിടെയെങ്കിലും ഞങ്ങൾ പോയിട്ട് വന്നാൽ ആ പട്ടിയുടെ സന്തോഷം അതൊരു ഭയങ്കര സന്തോഷമാണ്. ഒരു ദിവസം കഴിഞ്ഞ് വന്നാൽ ഞങ്ങൾ എടുക്കണം. ഇനി 1 മണിക്കൂർ കഴിഞ്ഞ് വന്നാലും അവൾ എവിടെയെങ്കിലും കിടക്കുകയാണെങ്കിൽ വാലാട്ടി എഴുന്നേറ്റ് നമ്മുടെ അടുത്തോട്ട് വരും. ഇനി ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് അവൾ കിടക്കുന്ന വഴി കൂടി പോയാൽ ആ വാലൊന്നിങ്ങനെ ഒന്ന് ആട്ടും. 10 മിനിറ്റ് ഇടവിട്ട് ആള് ചാർജാണ്. കാരണം സന്തോഷം, യജമാനനോടുള്ള സന്തോഷം. നമുക്ക് ദൈവം വാല് തരാഞ്ഞത് നന്നായി, കാരണം അത് വേസ്റ്റായി പോകുമായിരുന്നു. എന്നാൽ നായ്ക്ക് വാല് കൊടുത്ത ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു, കാരണം അതിന് നന്ദിയുണ്ട്. ഒരു ദൈവ പൈതൽ എന്ന നിലയിൽ നാം നമ്മുടെ സന്തോഷത്തെ, സ്നേഹത്തെ, ദൈവത്തോടുള്ള ബഹുമാനത്തെ പ്രകടിപ്പിക്കുന്നത് ആരാധനയിലാണ്. ആരാധനയിൽ വെറുതെ നോക്കിയിരിക്കുകയാണെങ്കിൽ അതുകൊണ്ട് ഈ ആരാധനയുടെ സമയം നമുക്ക് നഷ്ടമാണ്. അതിലും നല്ലത് വീടിൻ്റെ പുറകുവശത്ത് ചീര നടുന്നതാണ്. സങ്കടത്തോടെ പറയുകയാണ്, നിങ്ങളും ഞാനും ചെയ്യുന്ന തെറ്റുകളിലൊന്നാണ് യാതൊരു വികാരവുമില്ലാതെ ദൈവത്തെ ആരാധിക്കുന്നു. ഇന്നു മുതൽ അത് മാറ്റം വരുത്തണം. നമുക്ക് പുതിയ മാസം മുതൽ ഒരു പുതിയ തുടക്കത്തിലേക്ക് കയറാം. പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ വികാരത്തോടെ കർത്താവിൽ ആനന്ദിക്കുവാൻ കഴിയുന്നതിൻ്റെ പേരാണ് ആരാധന. ആരാധന ഒരു പാട്ടല്ല, ആരാധന ഒരു മ്യൂസിക് അല്ല. ആരാധന ദൈവത്തോടുള്ള ബഹുമാനത്തിൽ നിന്നും സ്നേഹത്തിൽ നിന്നും നുരഞ്ഞു പതഞ്ഞ് കവിഞ്ഞൊഴുകുന്ന വികാരമാണ്. ആ വികാരം നമ്മുടെ പാട്ടുകളിൽ ഉണ്ടാകട്ടെ. കർത്താവിൻ്റെ മക്കളെന്ന നിലയിൽ നമുക്ക് കർത്താവിനെ മനസ്സു തുറന്ന്, ഹൃദയം തുറന്ന് ആരാധിക്കാം. உம்மை போல் தேவன்
വാനവും ഭൂമിയും മാറിനാലും ഉൻ വാർத்தை ஒரு போதும் மாறுவதில்லை. காலங்கள் நேரங்கள் மாறினாலும் என் தேவா நீரின்றி வழியில்லை. எழுந்தருளும் தேவா இவ்வேளை. எழுந்தருளும் தேவா இவ்வேளை. நீரின்றி வழி வேறே இல்லை. எழுந்தருளும் தேவா இவ்வேளை. இயேசுவே, எழுந்தருளும் தேவா இவ்வேளை. எழுந்தருளும் தேவா இவ்வேளை. நீரின்றி வழி வேறே இல்லை. எழுந்தருளும் தேவா இவ்வேளை. ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യത്തിൽ ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം എന്നിങ്ങനെ പറഞ്ഞു പോകുന്ന 9 കൂട്ടം കാര്യങ്ങളിൽ 2 കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു, ചിന്തിച്ചു. ആത്മാവിൻ്റെ ഫലങ്ങളിൽ പ്രധാനമായി മുന്നിൽ നിൽക്കുന്നത് സ്നേഹമാണ്. അത് ദൈവത്തിൻ്റെ സ്വഭാവമാണ്. അടുത്തത് നമ്മൾ ധ്യാനിച്ചു സന്തോഷം. അതും ദൈവം നമുക്ക് തന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. അനുഗ്രഹമെന്ന് പറയുന്നത് നമ്മുടെ ബാങ്കിൽ വരുന്ന വലിയ സമ്പാദ്യങ്ങളല്ല, ഏക്കർ കണക്കിന് ഭൂമിയല്ല. നമ്മുടെ ഏറ്റവും വലിയ സമ്പത്തെന്ന് പറയുന്നത് ഈ സന്തോഷമാണ്. അപ്പോൾ ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം. അപ്പോൾ ഇതെല്ലാം നന്മകൾ നമ്മെ സന്തോഷിപ്പിക്കും. എന്നാൽ നന്മകൾ പോയാലോ നമ്മുടെ സന്തോഷം പോകുമോ? എന്ത് പോയാലും വന്നാലും പോകാത്ത ഒരു സന്തോഷമാണ് ആത്മാവിൻ്റെ സന്തോഷം. അടുത്തത് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിനകത്ത് 9-ാമത്തെ വാക്യം. ആത്മാവിൻ്റെ ഫലം 3-ാമത്തേത് സമാധാനം. സമാധാനം ഇത് ദൈവം നമുക്ക് തരുന്ന ഒരു അനുഗ്രഹം തന്നെയാണ്. സമാധാനം. സമാധാന പുരുഷന് സന്തതി ഉണ്ടാകുമെന്ന്
ബൈബിൾ പറയുന്നു. സമാധാനം. നിങ്ങളൊരു വീട്ടിൽ ചെന്നാൽ, ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങളൊരു വീട്ടിൽ ചെന്നാൽ ആ വീടിന് സമാധാനം പറയണം. അവിടെ ഒരു സമാധാന പുരുഷൻ ഉണ്ടെങ്കിൽ, അതായത് നിങ്ങൾ കൊടുക്കുന്ന സമാധാനം സ്വീകരിക്കാൻ ഹൃദയമുള്ള ഒരാളുണ്ടെങ്കിൽ, അതാണ് അതിൻ്റെ അർത്ഥം. നിങ്ങളുടെ സമാധാനം ആ വ്യക്തിയിലേക്ക് ചെല്ലും. അല്ലെങ്കിലോ നിങ്ങൾ കൊടുത്ത സമാധാനം അത് നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും. സമാധാനത്തിന് എല്ലായിടത്തും ഇരിക്കാൻ കഴിയില്ല. അതാണ് അതിൻ്റെ അർത്ഥം. നിങ്ങൾ കൊടുക്കുന്ന സമാധാനം ഒരു പക്ഷി പോലെയാണ്. നിങ്ങൾ വളർത്തുന്ന ഒരു പക്ഷി, ആ ഒരു പക്ഷിയെ നിങ്ങളൊരു വീട്ടിലേക്ക് തുറന്നു വിട്ടാൽ ആ പക്ഷിയെ സ്നേഹിക്കുകയും അംഗീകരിക്കുകയും കരുതുകയും ചെയ്യുന്ന ഒരു വ്യക്തി അവിടെ ഇല്ലെങ്കിൽ ആ പക്ഷി നേരെ പറന്ന് നമ്മുടെ തോളയിൽ വന്നിരിക്കും. ഇതുപോലെയാണ് സമാധാനം. സമാധാനത്തിൻ്റെ ഒരു അടയാളമായിട്ട് പ്രാവ്, അല്ലേ, ഒരു സമാധാനത്തിൻ്റെ അടയാളമാണ്. ഒരു പക്ഷിയായിട്ട് ഞാനത് പറയാൻ കാരണവും അതാണ്. സമാധാനം ഇത് ഒരു പക്ഷിയെ പോലെയാണ്. എല്ലായിടത്തും അതിന് പാർക്കാൻ കഴിയില്ല. അത് സ്വീകരിക്കുന്ന ഒരു വ്യക്തി വേണം. അപ്പോൾ ഒന്ന്, നമ്മിലതുണ്ട്, മറ്റുള്ളവർക്ക് നമുക്ക് കൊണ്ടുപോയി കൊടുക്കാൻ കഴിയും. നമ്മൾ കയറുന്ന വീടുകളിലെല്ലാം ഈ സമാധാനത്തെ നമുക്ക് കൊടുക്കാൻ കഴിയും. ഇതിൻ്റെ പേരാണ് സുവിശേഷം. യേശുവിനെ നാം ഒരു വീട്ടിൽ കൊടുക്കുമ്പോൾ, നാം ദൈവവചനം ഒരു വീട്ടിൽ ഷെയർ ചെയ്യുമ്പോൾ, ആ വീട്ടിലേക്ക് നമ്മൾ കൊടുക്കുന്നത് സമാധാനമാണ്. സമാധാന നദി എന്നാണ് ബൈബിളിൽ അതിനെ പറയുന്നത്. സമാധാന നദി നമുക്ക് ഒഴുക്കുവാൻ കഴിയും. അപ്പോൾ നമ്മളിവിടെ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ യേശു ഗിരിപ്രഭാഷണത്തിൽ പറയുന്നൊരു വാക്കുണ്ട്, സമാധാനമുണ്ടാക്കുന്നവൻ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. അപ്പോൾ ദൈവത്തിൻ്റെ സ്വഭാവമാണ് സമാധാനമുണ്ടാക്കുക. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനത്തിൽ വായിക്കുന്നത്, അവൻ നമ്മുടെ സമാധാനം, അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി. എങ്ങനെയെല്ലാം ഒന്നാക്കി? യഹൂദൻ ജാതി എന്ന രണ്ട് പക്ഷത്തെ ഒന്നാക്കി, ദൈവ മനുഷ്യൻ എന്ന അകലം മാറ്റി, പിതാവ് മക്കൾ എന്ന ബന്ധത്തിലേക്ക് ഒന്നാക്കി. അതാണ് കുരിശ്. വെർട്ടിക്കൽ എന്താണ്? പിതാവും മക്കളും. ഹൊറിസോണ്ടൽ യഹൂദൻ ജാതി എന്ന അതിരുമാറി എല്ലാം ദൈവമക്കൾ. അവൻ നമ്മുടെ സമാധാനം. അപ്പൊ സമാധാനം ചെയ്യുന്നത് ഒന്നാക്കി തീർക്കലാണ്. സമാധാനത്തിന് എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് നിർത്താനുള്ള ശക്തിയുണ്ട്. സമാധാനം അത് ദൈവത്തിൻ്റെ ഒരു സ്വഭാവവുമാണ്. സ്വർഗം മുഴുവനും സമാധാനം കൊണ്ട് നിറഞ്ഞ ഇടമാണ്. 23-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, കർത്താവ് എൻ്റെ ഇടയനാണ്, എനിക്ക് മുട്ടുണ്ടാവുകയില്ല. എൻ്റെ കർത്താവ് എന്നെ പച്ചയായ പുൽപ്പുറങ്ങളിലേക്ക് അവിടെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു. അപ്പോൾ പച്ചയായ പുൽപ്പുറവും സ്വസ്ഥതയുള്ള വെള്ളവും. പുൽപ്പുറം എന്ന് പറയുമ്പോൾ ദൈവവചനം, വെള്ളമെന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവ്. നമ്മെ എപ്പോഴും ഈ ഒരു അനുഭവത്തിലേക്ക് കർത്താവ് ഇങ്ങനെ നയിക്കുന്നതിൻ്റെ കാരണം നാം കൂടുതൽ സമാധാനമുള്ളവരായി ജീവിക്കണമെന്ന്. നമ്മുടെ വീട് വളരെയധികം സമാധാനം കൊണ്ട് നിറഞ്ഞാൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരിലേക്ക് ഇത് പകരാൻ കഴിയും. അതുകൊണ്ട് ദാവീദ് പറയണേ, എൻ്റെ പാനപാത്രം നിറഞ്ഞ് കവിയുന്നു. നിറഞ്ഞ് കവിയുന്നു. ഒരു കവിച്ചിലുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് അതൊരു ഓവർഫ്ലോ ആകത്തില്ലേ? ആ വിധവയുടെ വീട്ടിൽ ഏലീശ ചോദിച്ചു, നിന്റെ വീട്ടിൽ എന്തുണ്ട്? ഒരു ഭരണി എണ്ണ മതി, അതിനെ പകരുക. ദേശത്തുള്ള പാത്രങ്ങളെല്ലാം വാങ്ങിയിട്ട്
ആ കാലി പാത്രത്തിലേക്ക് പകരുക. കൊണ്ടുവന്ന് വെച്ച എല്ലാ പാത്രങ്ങളിലും പകർന്നു. പാത്രം നിന്നപ്പോൾ എണ്ണയും നിന്നു. അതിൻ്റെ അർത്ഥം എത്ര പാത്രമുണ്ടോ അത്രയും പാത്രത്തിന് നിറക്കാൻ. പല നാട്ടിൽ നിന്ന് പാത്രം കൊണ്ടുവന്നിരുന്നെങ്കിലോ ആ പിള്ളേർക്ക് അത്രയും ബോധമൊന്നും ഉണ്ടായില്ല. ഇവരോർത്തു ഇത് നിന്ന് പോകത്തില്ല എന്നാണ്. എന്നാൽ പാത്രം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ഓവർഫ്ലോ ആകൂ. 800 കോടി ജനത്തിനും അവർ 800 കോടി 800 പാത്രങ്ങളാണ്. 800 പാത്രങ്ങളെയും നിറക്കാനുള്ളത് നമ്മുടെ കയ്യിൽ ദൈവം ഏൽപ്പിച്ചിട്ടുണ്ട്. 800 കോടി ജനത്തിന് കൊടുക്കാനുള്ള സമാധാനമുള്ള വ്യക്തിയാണ് എന്നെ കേൾക്കുന്ന നിങ്ങൾ ഓരോ വ്യക്തികളും. നമുക്ക് ഈ തിരിച്ചറിവില്ലാത്തത് കൊണ്ട് നമ്മുടെ വീട്ടിൽ പോലും വേണ്ട രീതിയിൽ സമാധാനത്തെ നമുക്ക് റിലീസ് ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോൾ ദൈവ പൈതൽ എന്ന നിലയിൽ ഞാൻ ചെയ്യേണ്ടത് മത്തായി 5:9 പ്രകാരം സമാധാനം ഉണ്ടാക്കണം. എന്നാൽ നാം ദൈവ മക്കളെന്ന് വിളിക്കപ്പെടും, ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. അതായത് ദൈവത്തിൻ്റെ സ്വഭാവം ഇരുപക്ഷത്തെ യേശുവിനെ പോലെ ഒന്നാക്കുക. അപ്പോൾ സമാധാനത്തെ നമ്മൾ ഉണ്ടാക്കണം. നാം എടുക്കുന്ന തീരുമാനം, ഞാൻ ഇന്നത് ഉണ്ടാക്കും. സൗരിമാരെ സാമ്പാർ ഉണ്ടാക്കുന്നത് പോലെ, ഇഡ്ഡലി ഉണ്ടാക്കുന്നത് പോലെ, ചിക്കൻ കറി ഉണ്ടാക്കുന്നത് പോലെ നാം നമ്മുടെ വീടുകളിൽ ദൈവം ഉണ്ടാക്കാനായിട്ട് ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് ഇതാണ്: സമാധാനം ഉണ്ടാക്കുന്നവർ. അത് നമ്മളെടുക്കുന്ന തീരുമാനമാണ്. ഞാൻ എൻ്റെ വീട്ടിൽ സമാധാനമുണ്ടാക്കും. സമാധാനമുണ്ടാക്കുന്നത് നമ്മുടെ വാ കൊണ്ടാണ്. വാ കൊണ്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ സമാധാനം ഉണ്ടാക്കാൻ കഴിയും. 2 പ്രവൃത്തി കൊണ്ട് സമാധാനമുണ്ടാക്കാൻ കഴിയും. വീട്ടിലെ വലിയ വഴക്കുകൾക്ക് തുടക്കം വരുമ്പോഴേ അതിന് തണുപ്പിക്കുന്ന വാക്കുകൾ ഉപയോഗിച്ചാൽ അവിടെ സമാധാനം ഉണ്ടാകും. എന്നാൽ എരിയുന്ന തീയിൽ എണ്ണ കോരി ഒഴിക്കുന്ന അവസ്ഥയാണ് ചില വാക്കുകൾ. ഒരു വീട്ടിൽ ഒരു ചെറിയ പിണക്കം തുടങ്ങിയാൽ അതിനെ വലുതാക്കി, വിപ്ലവമാക്കി, അടിയാക്കി, പോലീസ് കേസാക്കി മാറ്റാൻ ചിലർക്ക് അറിയാം. അത് ജഡത്തിൻ്റെ സ്വഭാവമാണ്. വിദ്വേഷം, ദ്വന്ദ്വപക്ഷം, ഇതെല്ലാം ജഡത്തിലുള്ളവർ, ക്രിസ്തുവിലുള്ളവർ ജഡത്തെ ക്രൂശിച്ചിരിക്കുന്നു. ജഡത്തിലുള്ളവർ ഇത് തുടരും. എന്നാൽ നാം ജഡത്തിലുള്ളവരല്ല, നാം ക്രിസ്തുവിനുള്ളവരാണ്. ജഡത്തെ ക്രൂശിച്ചവരാണ്. എരിയുന്ന തീക്കകത്ത് ലോകത്തിൻ്റെ എണ്ണയല്ല നമ്മൾ ഒഴിക്കുന്നത്. എരിയുന്ന തീക്കകത്ത് സമാധാനത്തെ നമ്മൾ കോരി ഒഴിക്കും, തണുപ്പിക്കാൻ. ബൈബിളിൽ പറയുന്നു, തണുപ്പിക്കുന്നവന് തണുപ്പ് കിട്ടും. അപ്പൊ സമാധാനം നമ്മൾ എന്തിനാണ് കൊടുക്കുന്നത്? സമാധാനം ഉണ്ടാക്കാൻ. സമാധാനം നമുക്ക് കിട്ടണമെങ്കിൽ നാം നമ്മുടെ വീടിന് സമാധാനം കൊടുത്താൽ മതി. അതുകൊണ്ടാണ് പത്രോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറഞ്ഞു: ഭർത്താക്കന്മാരെ, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കേണ്ടതിന് നിങ്ങളുടെ ഭാര്യയോട് വിവേകത്തോടെ വസിക്കണം. അതിൻ്റെ അർത്ഥം വളരെ ജ്ഞാനത്തോടെ സമാധാന വാക്കുകൾ പറയണം. ഒരു പിണക്കം ഉണ്ടായാൽ ഭാര്യ പിണങ്ങി അന്ന് പ്രാർത്ഥന നടക്കൂല. എവിടെയെങ്കിലും മാറിയിരുന്ന് പ്രാർത്ഥിക്കണേ ഇടയ്ക്കൊരു ചായ കിട്ടണ്ടേ? മാത്രമല്ല, എവിടെയെങ്കിലും സ്വസ്ഥമായിട്ട് ഇരുന്നാൽ ആ ഏരിയക്കൂടിയെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാലോ? ദേഷ്യപ്പെട്ട് കഴിയുമ്പോൾ ഒരു വീട്ടിൽ ഒരാൾ ദേഷ്യപ്പെട്ട് വല്ലാതെ ഇരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് പ്രാർത്ഥന പുറത്തു വരുമോ? അതുകൊണ്ട് പത്രോസ് പറയുന്നു, വിവേകത്തോടെ, അതായത് സമാധാന അന്തരീക്ഷത്തെ നമ്മുടെ വാ കൊണ്ട് നാം ഉണ്ടാക്കി തുടരുന്ന വീടുകളിൽ പ്രാർത്ഥനയ്ക്ക് യാതൊരു തടസ്സവുമില്ല. എത്ര നേരം വേണമെങ്കിലും പ്രാർത്ഥിക്കാം. പ്രാർത്ഥന മുടങ്ങരുത്. പ്രാർത്ഥന മുടങ്ങുന്നതിൻ്റെ കാരണം വിവേകത്തിൻ്റെ വാക്കുകളില്ലെന്ന്, സമാധാനത്തിൻ്റെ വാക്കുകൾ. യേശു പേടിച്ചിരിക്കുന്ന ശിഷ്യന്മാരെ നടുവിലേക്ക് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. പേടിയെ മാറ്റുന്നത് സമാധാനമാണ്. ഭയന്നിരിക്കുമ്പോൾ
ഒരാശ്വാസം, സ്വസ്ഥത യേശു കൊടുക്കുകയാണ്. എന്താണ് സമാധാനം? ഞാൻ ലോകത്തെ ജയിച്ചവനാണ്. കടച്ചിരിക്കുമ്പോൾ നിങ്ങളുടെ നടുവിൽ വരാൻ കഴിയും. ഞാൻ സർവശക്തനായ ദൈവമാണ്. ഞാൻ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവാണ്. ഞാൻ നിങ്ങളെ ഭൂമിയുടെ അറ്റത്തോളം കൊണ്ടുപോകാൻ പോവുകയാണ്. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോവുകയാണ്. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയിട്ട് നിങ്ങളെ ചേർക്കാൻ വരും. നിങ്ങളെ ഹൃദയം കലങ്ങിപ്പോകരുത്. ഈ വാക്കുകൾ അവരെ സമാധാനമുള്ളവരാക്കി. വാക്കുകൾ കൊണ്ട് യേശു അവരെ സമാധാനമുള്ളവരാക്കി. നാം പറയുന്ന ഓരോ വാക്കുകളും മറ്റുള്ളവർക്ക് ധാരാളം സമാധാനം കൊണ്ടുവരും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മറ്റുള്ളവർക്ക് സമാധാനത്തെ നാം കൊടുക്കണം. സമാധാനം എന്നുള്ളത് ഉണ്ടാക്കിയെടുക്കേണ്ട ഒന്നാണ്. ഓരോ വീടുകളിലും നാം ഇത് ഉണ്ടാക്കുമ്പോൾ ആ വീടുകളിൽ വരേണ്ടിയിരുന്ന അനർത്ഥങ്ങൾ ഒഴിവായി മാറും. സമാധാനം എന്നത് ആ വീടിനെ ഒന്നാക്കി തീർക്കും. ആ വീടിനെ ആഘോഷത്തിൻ്റെ വീടാക്കി മാറ്റും. ആ വീടിനെ ബലമുള്ള വീടാക്കി മാറ്റും. സമാധാന നദി നമ്മിലുണ്ട്. സമാധാനം ഉണ്ടാക്കാൻ നമുക്ക് കഴിയും. നമ്മൾ പോകുന്നിടത്ത് ഒരു വീട്ടിൽ ചെന്നാൽ ആ വീട്ടിൽ നാം കൊടുക്കേണ്ടത് ഗിഫ്റ്റല്ല. നമ്മെ വിളിച്ച വീട്ടിൽ ഒന്നാമത് നാം അവർക്കൊരു സമാധാനമായി മാറും. ചിന്റുമോൻ്റെ കഥ ഞാൻ വായിച്ചിട്ടുണ്ട്. ചിന്റുമോൻ ഒരിക്കല് അവൻ അടുത്ത വീട്ടിൽ പോയിട്ട് തിരിച്ചു വന്നിട്ട് അമ്മയോട് പറയുന്നതാണ്, അമ്മേ അടുത്ത വീട്ടിലെ ആ ചേച്ചി, ആ വീട്ടുകാരൊക്കെ എന്നെ ദൈവത്തെ പോലെയാ കാണുന്നത്. ആണോടാ? അമ്മ ചോദിച്ചു. എന്താ നീ അങ്ങനെ പറഞ്ഞു? അത് ഞാനങ്ങോട്ട് ചെന്നപ്പോൾ ആ വീട്ടിലെ ചേച്ചി പറയണ്, ദൈവമേ അവൻ പിന്നെയും വന്നോ. കാരണം ചിലത് കയറി ചെന്നാൽ ഉള്ള സമാധാനം പോവും. ചിലത് വരുമെന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ പറയും, ചിലർ നമ്മളെ വിളിച്ചിട്ട് പറയില്ലേ, ഞാൻ അവധിക്ക് വന്നിട്ടുണ്ട്, നിങ്ങൾ വീട്ടിലുണ്ടോ? ഞങ്ങൾക്കൊന്നും ഇങ്ങോട്ട് വരാനാണ്. ചിലരെ നമുക്ക് വർഷങ്ങളായിട്ട് അറിയാം. അതുകൊണ്ട് നമ്മൾ പറയും, ഞങ്ങൾ അന്ന് നേരത്തെ പറയണ്ടേ. അത് ചുമ്മാ ഒരു ഡയലോഗ്. ഇനി അങ്ങനെ പറയാൻ അറിയാൻ പാടില്ലാത്തവർക്ക് ഞാൻ പറഞ്ഞു തരികയാണ്. ഇങ്ങനെ പറയണം, നേരത്തെ പറയണ്ടേ, ഇന്ന് അത്യാവശ്യമായിട്ടൊരു കാര്യത്തിന് പോവുകയാണ്. ഒരു കാര്യത്തിന് പോയില്ല, അന്നൊരു ആവശ്യത്തിന് പോകുകയെങ്കിലും ചെയ്തേക്കണം. കാരണം ഇത് വന്ന് കയറിയാൽ വരുമ്പോൾ തന്നെ പറയും, നിന്റെ വയറെന്താടാ ചാടിയിരിക്കുന്നത്, നിന്റെ കണ്ണെന്താടി കുഴിഞ്ഞിരിക്കുന്നത്, ഈ കൊച്ചിൻ്റെ കല്യാണം നടന്നില്ലേ. വന്ന് കയറി തിന്ന് പോയാൽ ആ വീട് കരിമ്പും തോട്ടത്തിൽ ആന കയറി ഇറങ്ങിയ പോലെയാവും. അതുപോലെ ചാവച്ച് തുപ്പിയിട്ട് പോകും. സമാധാനം എന്ന് പറഞ്ഞ ഇല്ലാത്ത വ്യക്തികൾ. എന്നാൽ ചില വ്യക്തികൾ നമ്മുടെ വീടുകളിൽ വരാൻ നമ്മൾ എത്ര നാൾ കാത്തിരിക്കും? അവർ വന്നാൽ അവർ നമുക്ക് തരുന്ന ഉപദേശം, അവരുടെ കൂടെ ഇരുന്ന് പാട്ടുപാടാം, അവരുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാം. അവർ വന്ന് കയറി തിരിച്ച് അവർ ഭക്ഷണം കഴിച്ച് പോകുമ്പോൾ നമ്മൾ പറയും, ഇനിയും വരണേ. അവർ പോയി കഴിയുമ്പോൾ പറയും, എത്ര നല്ല മനുഷ്യർ, അവരെത്ര മാതൃകയാണ്. അതെ, സമാധാനമുണ്ടാക്കുന്ന കുടുംബങ്ങൾ ഈ ഭൂമിക്ക് എപ്പോഴും ഉപ്പായിരിക്കും. ഈ ലോകത്തിനെന്നും വെളിച്ചമാണ്. അങ്ങനെയുള്ളവരായി തീരാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു, ഇന്ന് ഈ വചനങ്ങൾ കേട്ടതുകൊണ്ട് നിങ്ങളും ഞാനും ഇതുപോലെ ആയിത്തീരുവാൻ ദൈവം നമുക്ക് നല്ലൊരു ദൂത് തന്നു. ഞാൻ അതിൽ ഒത്തിരി സന്തോഷിക്കുന്നു. നമ്മുടെ വീടുകൾ അങ്ങനെയാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. യേശു കർത്താവേ, ഞങ്ങളുടെ വീടുകൾക്ക് വേണ്ടതും ഞങ്ങൾ പോകുന്ന ഓരോ സ്ഥലത്തും ഞങ്ങളിലൂടെ മറ്റുള്ളവർക്ക് ഉണ്ടാകേണ്ടതുമായ ഈ വിലപ്പെട്ട ഫലം ഞങ്ങളുടെ ഉള്ളിലുണ്ടെന്ന് അങ്ങ് ഇടപെട്ടതിനായി നന്ദി. ആത്മാവിൽ ഞങ്ങളിലുള്ള ഈ ഫലം ഞങ്ങളിൽ വളരുവാനും
പോകുന്ന ഓരോ വീടുകളിലും ഈ ഫലം വെളിപ്പെടുവാനും ഞങ്ങൾ അപേക്ഷിക്കുന്നു. യേശുവേ, സമാധാനം മറ്റുള്ളവർക്ക് ഉണ്ടാക്കി കൊടുക്കുവാൻ, യേശുവിനെ പോലെ ഇരുപക്ഷത്തെ ഒന്നാക്കുവാൻ, പിണങ്ങിയിരിക്കുന്നവരെ വീണ്ടും വലിയ ചേരിയാക്കാതെ അമ്മായിയമ്മയും മരുമക്കളെയും തമ്മിൽ ഒന്നിപ്പിക്കുവാൻ, ഭാര്യയും ഭർത്താവിനെയും തമ്മിൽ ഒന്നിപ്പിക്കുവാൻ, വഴക്കുള്ള വീടുകളെ സമാധാന അന്തരീക്ഷത്തിൽ കൊണ്ടുവരുവാൻ, സുവിശേഷ വേലക്കാരെന്ന നിലയിൽ ഞങ്ങളെയും, ഇത് കേൾക്കുന്ന ദൈവമക്കളെന്ന നിലയിൽ ഇവരെയും ശക്തരും പ്രാപ്തരുമാക്കി മാറ്റണമേ. ഈ ഫലം ഞങ്ങളിൽ വർദ്ധിച്ചേ മതിയാകും. യേശുവേ, ഞങ്ങളിലേക്ക് ധാരാളമായിട്ട് ഈ ഫലം പുറപ്പെടുവിക്കുവാൻ, ഞങ്ങളിൽ നിന്ന് ഈ ഫലം മറ്റുള്ളവർ അനുഭവിപ്പാൻ ഇടയാക്കണം. ഈ വിലയേറിയ ഫലം ഞങ്ങളിൽ നിന്ന് ധാരാളം എല്ലാ കാലത്തും ഈ ഫലമുണ്ടാകട്ടെ. ആയിരങ്ങൾക്ക് ഞങ്ങളൊരു അനുഗ്രഹമാകണം. ഇത് കേൾക്കുന്നവർ സൗഖ്യമാകട്ടെ. യേശുവിൻ നാമത്തിൽ ബന്ധനങ്ങൾ അഴിയട്ടെ, രോഗബന്ധനങ്ങൾ അഴിഞ്ഞു മാറട്ടെ. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം അനുഗ്രഹമാകട്ടെ. വീടുകൾ, അവരുടെ സാമ്പത്തിക ആവശ്യങ്ങളിൽ വലിയൊരു സമാധാനമുണ്ടാകട്ടെ. എല്ലാ നിലയിലുമുള്ള സമാധാനം ഈ വീടുകളിൽ സംഭവിക്കട്ടെ, യേശുവിൻ നാമത്തിൽ. ആമേൻ. യേശുവിൻ്റെ വലിയ സമാധാനം നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ. കർത്താവ് ബലപ്പെടുത്തും. നാളെ വീണ്ടും ഇതേ സമയത്ത് നമുക്ക് കാണാം. ഗോഡ് ബ്ലെസ് യു.